ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPLൽ 42 മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഏകദേശം 60% ലീഗ് സ്റ്റേജ് കളികളും കഴിഞ്ഞു എന്ന് സാരം. എല്ലാ ടീമുകളും പകുതിയിലധികം കളികൾ ഇപ്പോൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 8 കളികളും 9 കളികളും കളിച്ച ടീമുകൾ വരെയുണ്ട്. സോ ഇനി എല്ലാ ടീമിനും പ്ലേ ഓഫിലേക്ക് എത്താൻ എത്ര വിജയങ്ങൾ വേണം? അതെ, അത് നമ്മൾ പരിശോധിക്കുകയാണ്. എല്ലാ ടീമുകൾക്കും ഇനി എത്ര വിജയങ്ങൾ വേണമെന്ന് മാത്രമല്ല, എത്ര കളികൾ തോറ്റാൽ ചില ടീമുകൾ പുറത്താവുമെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ആദ്യ 4 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ടീമുകൾ ആരൊക്കെയാണ്? പഞ്ചാബ് കിങ്സ്, RCB, SRH, രാജസ്ഥാൻ റോയൽസ്. 5ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസും. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിനേക്കാൾ ഒരു കളി കുറവാണ് കളിച്ചത്. എന്നാൽ കൂടി 6ാമത് നിൽക്കുന്ന CSKക്ക് 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഗുജറാത്ത് ടൈറ്റൻസിനേക്കാൾ 4 പോയിന്റിന്റെ വ്യത്യാസം ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ CSKക്കും താഴെയുള്ള ടീമുകൾക്ക് ഇനി എത്രത്തോളം പ്ലേ ഓഫിലേക്കുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യ 5 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ടീമുകൾക്ക് 2-3 കളികൾ ഇനി വിജയിച്ചാൽ തന്നെ ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ള സാഹചര്യമാണ്. സോ ബാക്കിയുള്ള ടീമുകൾക്ക് ഇനി പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും ഒരു ടീമിന്റെയും പ്ലേ ഓഫ് സിനാരിയോയിലേക്ക് വരികയാണെങ്കിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന LSGയിലേക്ക് വരുമ്പോൾ അവർക്കിനി ബാക്കിയുള്ള എല്ലാ കളികളും വിജയിച്ചാൽ 16 പോയിന്റുകൾ ലഭിക്കും. പക്ഷെ എന്നാൽ കൂടി പ്ലേ ഓഫിലേക്ക് എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ അവരുടെ നെറ്റ് റൺ റേറ്റിന് പോലും വലിയ തോതിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. സോ ഇനി അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താന്നുള്ളത് ഏറെക്കുറെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എല്ലാ കളികളും ഇനി വിജയിച്ച് അവർ പ്ലേ ഓഫിലേക്ക് എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഏതാണ്ട് ഇപ്പോൾ തന്നെ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ഒരൊറ്റ കളി തോറ്റാൽ പോലും LSG പുറത്തു പോകും. MIയിലേക്ക് വരുമ്പോൾ MIയും ഇതേ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ബാക്കിയുള്ള 6 കളികളും വിജയിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനും 16 പോയിന്റ് ലഭിക്കും. അപ്പോൾ തന്നെ ഈസിലി പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കേണ്ടതാണ്. കാരണം സാധാരണ ഒരു ടീമിന് 16 പോയിന്റുകൾ ലഭിക്കുകയാണെങ്കിൽ ടോപ്പ് 4ൽ 4ാം സ്ഥാനത്തേക്കെങ്കിലും എത്തിക്കൊണ്ട് പ്ലേ ഓഫിലേക്ക് കടക്കേണ്ടതാണ്. പക്ഷേ മുംബൈ ഇന്ത്യൻസ് ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ പോലും മറ്റുള്ള ടീമുകളുടെ റിസൾട്ടിനെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരും. ഏതാണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. KKRലേക്ക് വരികയാണെങ്കിൽ KKRന് 8 കളികളിൽ നിന്ന് 5 പോയിന്റാണുള്ളത്. പോയിന്റ് ടേബിളിൽ ഇപ്പോൾ ആദ്യ 4 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പഞ്ചാബ് കിങ്സ്, RCB, SRH, രാജസ്ഥാൻ റോയൽസ് ഇവർക്കൊക്കെ 12ഉം 13ഉം പോയിന്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ KKR, മുംബൈ ഇന്ത്യൻസ്, LSG ഈ 3 ടീമുകൾക്കും ഇനി ഒട്ടും എളുപ്പമല്ല പ്ലേ ഓഫിലേക്ക് എത്താൻ. ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ പോലും ഏതാണ്ട് ഇവർ പുറത്താവും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. അതെ, ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരികയാണെങ്കിൽ കളിച്ച 8 കളികളിൽ 6 പോയിന്റാണ് അവർക്കുള്ളത്. അതേപോലെ തന്നെയാണ് CSKയും നിൽക്കുന്നത്. ഈ 2 ടീമുകൾക്കും ഇനി ബാക്കിയുള്ളത് 6 കളികൾ. അതിൽ 6ലും വിജയിച്ചാൽ ഈസിലി 18 പോയിന്റുകളാവും. അപ്പോൾ തന്നെ വളരെ എളുപ്പത്തിൽ അനായാസം പ്ലേ ഓഫിലേക്ക് കടക്കാനും കഴിയും. പക്ഷേ ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ 16 പോയിന്റുകളിലാണ് നിൽക്കുക. എന്നാൽ 2 കളി പരാജയപ്പെട്ടാൽ ഏതാണ്ട് പുറത്താവുകയും ചെയ്യും. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും 14 പോയിന്റൊക്കെ ആയാൽ ഒരു ടീമിന് പ്ലേ ഓഫിലേക്ക് എത്താൻ ഒരു കണ്ടിന്യൂസ് ആയിട്ടെങ്കിലും നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ശരിയാണ്, അങ്ങനെ സാധിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ 12 പോയിന്റ് ഉണ്ട്. പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിന് 10 പോയിന്റ് 5ാമത് നിൽക്കുന്ന GTക്കുമുണ്ട്. സോ ഇനി വളരെ കടുപ്പമാണ് കാര്യങ്ങൾ. ഡൽഹിക്കും CSKക്കും ഒക്കെ ഇനിയുള്ള ഓരോ മത്സരവും ജീവൻ മരണ പോരാട്ടമാണെന്നർത്ഥം. ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരികയാണെങ്കിൽ അവസാനമായി കളിച്ച 2 കളികളും അവർ വിജയിച്ചിട്ടുണ്ട്. 9 കളികളിൽ നിന്ന് 10 പോയിന്റാണുള്ളത്. സോ ഇനി 3 കളികൾ കൂടി വിജയിച്ചാൽ 5 കളികൾ ബാക്കിയുണ്ട്. അതിൽ 3 വിജയിച്ചാൽ 16 പോയിന്റ് ലഭിക്കും. സോ ഗുജറാത്ത് ടൈറ്റൻസ് ഇപ്പോഴും പ്ലേ ഓഫിലേക്കുള്ള നല്ലൊരു കണ്ടന്റൻസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും നിൽക്കുന്ന ടീം RCB, SRH, രാജസ്ഥാൻ റോയൽസ്. ഈ 3 ടീമുകൾക്കും 9 കളികളിൽ നിന്ന് 12 പോയിന്റാണുള്ളത്. ഇനി ബാക്കിയുള്ളത് 5 കളികൾ. 2 കളികൾ വിജയിച്ചാൽ തന്നെ ഇവർക്ക് 16 പോയിന്റ് ആവും. 3 കളികൾ വിജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാനും കഴിയും. വലിയ തോതിൽ ഇവരുടെ പെർഫോമൻസ് താഴേക്ക് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അനായാസമായി നിലവിലെ സാഹചര്യത്തിൽ ഇവർക്ക് ടോപ്പ് 4ലേക്ക് എത്താൻ കഴിയേണ്ടതാണ്. പക്ഷേ മറ്റുള്ള ടീമുകൾ ഇനി അതിശക്തമായി തിരിച്ചുവരവ് കാണിക്കുകയാണെങ്കിൽ ഇവരിൽ ഏതെങ്കിലും ടീം പുറത്താവാനുള്ള സാധ്യതയുമുണ്ട്. PBKസിലേക്ക് വരുമ്പോൾ കളിച്ച 8 കളികളിൽ നിന്നാണ് 13 പോയിന്റുമായി പഞ്ചാബ് കിങ്സ് തലപ്പത്ത് നിൽക്കുന്നത്. സോ അവരേതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2 കളികൾ വിജയിച്ചാൽ തന്നെ അവർക്ക് 17 പോയിന്റ് ആവും. ഇനി അവർ ക്വാളിഫയർ കളിക്കും എന്നുള്ളത് മാത്രമേ ഇനി ആകാംക്ഷയോട് കൂടി ആരാധകർ ഉറ്റുനോക്കുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊക്കെ ടീമുകളായിരിക്കും ടോപ്പ് 4ലേക്ക് ഉണ്ടാവുക? അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.